ദൈവവചന ധ്യാനത്തിന് വളരെ പരിചിതമായൊരു തിരുവെഴുത്ത് വായിക്കണം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവെഴുത്ത് വായിച്ചാട്ടെ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല രാത്രിക്കായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണം. തിരുവചന ധ്യാനിപ്പാൻ ഈ രാത്രി വിശേഷ കൃപ നൽകണമേ. പ്രിയപുത്രനെ ഞങ്ങളിൽ കൂടി മഹത്വപ്പെടുത്തുകയാണ്. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാന്യ കർത്തൃദാസൻ, കൂടപ്പെട്ടിരിക്കുന്ന മാന്യ ദൈവമക്കൾ, വിവിധ ഇടങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷ ഇപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ഏവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിലെ വന്ദനം ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ഈ മാന്യ സഭയിൽ വന്ന് നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെയും മഹത്വപ്പെടുത്തുവാനും ദൈവസന്നിധിയിലായിരിക്കാൻ, വിശേഷിച്ച് തിരുമേശയിൽ നിന്നും ഭാഗവക്കാകുവാൻ ദൈവം നൽകിയ സാവകാശത്തിനായിട്ട് ദൈവത്തിന് മഹത്വം. ഇവിടെ വരുവാൻ കാരണം കർത്താവിന്റെ മകള് സോളി സിസ്റ്റർ, പ്രിയ സീനിയർ സിസ്റ്റർ, അവർ രണ്ടുപേരും തിരുവല്ല സഭയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ആമേൻ ആ സഭയുടെ അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണ്. വിശേഷിച്ച് സോളി സിസ്റ്ററുടെ സഹോദരി കുടുംബവും ആ സഭയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ്. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കോവിഡിന്റെ സമയത്ത് പ്രിയ സീനിയർ സിസ്റ്ററും ഒക്കെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്ത കൂട്ടായ്മകളെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയുള്ള ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വളരെ നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചുരുങ്ങിയ ദിവസത്തേക്കാണ് ഈ രാജ്യത്ത് വന്നത്. വന്ന ദിവസം മുതൽ ഈ സമയം വരെയും ദൈവം സൂക്ഷിച്ചു. തുടർന്ന് അവിടുന്ന് അനുവദിക്കുന്ന പക്ഷം ഈ ആഴ്ച നാട്ടിലേക്ക് കടന്നു പോകുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാ ഇതുവരെ നിൽക്കുന്നത്. മേലിലും നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഇന്ന് രാത്രി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രിയിൽ അല്പസമയം ദൈവ വചനത്തിൽ നിന്ന് നമുക്ക് അല്പസമയങ്ങൾ ചിന്തിക്കാം. അതിനടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ ഒരു തിരുവെഴുത്താണ് വായിച്ചത്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവെഴുത്താണല്ലോ. ഒരിക്കൽ കൂടി ആ തിരുവെഴുത്ത് വായിച്ച് സഹായിക്കണം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദായമാവാൻ വേദാനാഥനെ നിന്റെ ജ്ഞാനം നൽകുക. ഇമ്പാമേറിയ നിൻ അൻപുള്ള സ്വരവും മുൻപേ നടന്നു സദാ കേൾപ്പിക്കണമേ. പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനായി മെച്ചമായാകാരത്തെ നൽകിടണമേ. മെച്ചമായാകാരത്തെ നീ നൽകിടണമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ തിരുവെഴുത്താണ് അല്പസമയത്തെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഒന്നുകൂടെ വായിച്ച് സഹായിച്ചാട്ടെ. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി ചില കാര്യങ്ങൾ ഇന്ന് രാത്രി നമുക്ക് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. ഈ യാക്കോബിന്റെ ലേഖനം 4-ന്റെ 7 ഈ യേശുക്രിസ്തുവിന്റെ
അർത്ഥ സഹോദരനായിരുന്നു ഈ യൂദയും യാക്കോവും ഒക്കെ. പക്ഷേ യാക്കോബ് തന്നെ പരിചയപ്പെടുത്തുന്നത് 1-ാം വാക്യം ഒന്ന് വായിച്ചേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് അതാ എഴുതുന്നത്. ദാസൻ എന്നാ പരിചയപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ബന്ധമൊന്നും പിടിക്കുവാൻ താൻ തുനിയുന്നില്ല. യേശു ക്രിസ്തുവിന്റെ ദാസൻ. ആത്മീയ ലോകത്ത് ഇന്ന് കൂടുതലും ബന്ധം പിടിക്കാൻ ആൾക്കാർ നോക്കുന്നുണ്ട്. ചെല്ലുപടത്തില് ഞാൻ പാസ്റ്ററുടെ അനിയനാ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്വാധീനം കൂടുവന്ന. ഞാന് പ്രസിഡന്റിന്റെ പെങ്ങളാ, കുറച്ചുകൂടെ ഒരു പിടുത്തമുണ്ട് സഭയില്. ഞാന് സെക്രട്ടറിയുടെ ഭാര്യയാ, അപ്പൊ ഈ മനുഷ്യന്റെ എല്ലാ കുറ്റമല്ലേ, മനുഷ്യന്റെ പ്രകൃതി ബന്ധം സ്ഥാപിക്കാൻ നോക്കുക. ചിലർക്ക് ഒരു ബന്ധമില്ലെങ്കിലും അവര് ബന്ധം സ്ഥാപിക്കാൻ നോക്കുക. അത് ചുറ്റുപാടും സാമ്പത്തികം ഉണ്ടെങ്കിലേ ഉള്ളൂ, ഇല്ലെങ്കിൽ ആരും ബന്ധം പറയുകയല്ല. ഇവിടെ യാക്കോബ് തന്നെ പരിചയപ്പെടുത്തുന്നത് ദാസനായിട്ടാ. കർത്താവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ദാസൻ. നമുക്കെല്ലാം ആ ഒരു പേരാ നല്ലത്. ദൈവത്തിന്റെ ദാസൻ, ദൈവത്തിന്റെ ദാസി, അതാ ഏറ്റവും ശ്രേഷ്ഠം. അതിന്റെ മുൻപിൽ എന്ത് വിശേഷണം ചേർത്താലും അത് വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ അതിന് വലിയ വിലയില്ല. ലോകത്തിൽ വില കാണും. ഡോക്ടർ, റവറന്റ്, സ്വർണനാവ്, അഗ്നിനാവ്, കേരളത്തിലെ ഏലിയാവ്, ഇന്ത്യയുടെ ഏലിയാവ്, വേൾഡിലെ ഒക്കെ നമ്മൾ ഒപ്പിക്കുന്നതാ ഇല്ലേ? ലോക പ്രശസ്ത പ്രവാചകൻ, സുപ്രസിദ്ധ ഉണർവ് പ്രസംഗകൻ, കണ്ടില്ലേ? സുപ്രസിദ്ധ രോഗശാന്തി വര പ്രാർത്ഥന. പുള്ളി മരുന്ന് കഴിച്ചായി വരുന്നത് 3 നേരവും. അപ്പൊ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന വിശേഷണ പദങ്ങളാണ്. പക്ഷേ വേദപുസ്തകത്തിൽ വിളിച്ചിട്ട് പറയാം, ഏറ്റവും ശ്രേഷ്ഠമേറിയ ബഹുമാനം ദൈവത്തിന്റെ ദാസൻ, ദൈവത്തിന്റെ ദാസി. അതിനപ്പുറം ഒരു വിശേഷണം കിട്ടാനില്ല. അപ്പോസ്തലന്മാർക്കൊക്കെ ആ വെളിപ്പാടുള്ളത് കൊണ്ട് അവരെ അങ്ങനെ പരിചയപ്പെടുത്തിയത്. യേശുക്രിസ്തുവിന്റെ ദാസൻ. അതെ, പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. ഈ ലേഖനത്തില് നമുക്കറിയാം 5 അധ്യായങ്ങളുണ്ട്. ചില ആൾക്കാര് വേദപഠിതാക്കളിൽ തന്നെ ചിലത് പറയുന്നത് യാക്കോബ് രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പൗലോസുമൊക്കെ രക്ഷയ്ക്ക്, പത്രോസൊക്കെ രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തു. ഇത്ര വലിയ രക്ഷ. അപ്പോൾ അവര് രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്താണ് എഴുതിയിരിക്കുന്നത്. സംസാരവും അങ്ങനെ തന്നെ. എന്നാൽ യാക്കോബ് രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലെന്ന ചിലര് വാദിക്കുന്നത്. എന്നാൽ യാക്കോബിന്റെ ലേഖനം നമ്മൾ പഠിച്ചാൽ യാക്കോബ് 3 വിധത്തിലുള്ള രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. 1 ആത്മരക്ഷ, 2 പ്രാണരക്ഷ, 3 ദേഹരക്ഷ. 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ. ആത്മാക്കളെ രക്ഷിപ്പാൻ ആത്മരക്ഷ. വാക്യം ഇവിടെ കാണിക്കുന്നുണ്ടോ? അത് കാണിക്കാതിരിക്കുന്ന നല്ലത്. വേദപുസ്തകം എടുക്കുക എല്ലാവരും. വാക്യം കാണിക്കണ്ട, വേദപുസ്തകം എടുത്താൽ മതി. സിനിമയിലെ വെടിക്കെട്ട് കാണുമ്പോൾ നോക്കിയിരിക്കുക. എല്ലാരും വേദപുസ്തകം എടുക്ക എല്ലാരും. കൊണ്ടുവന്നില്ലായിരിക്കും എല്ലാരും. ഉള്ളവരെടുക്കുക. അപ്പോൾ ഇവിടെ ആത്മരക്ഷ, നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ. അപ്പൊ ആത്മരക്ഷ. അപ്പോൾ ആത്മരക്ഷയ്ക്ക് യാക്കോബ് വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുക.
ആത്മരക്ഷ യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഒരേ ഒരു നാമമേ ഉള്ളൂ, യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. അത് യാക്കോബ് തെളിയിച്ചിരിക്കുക. ആത്മരക്ഷ എല്ലാവരും പ്രാപിക്കേണ്ടതും ഇതാ, ആത്മരക്ഷ. അതിന് കാശ് മുടക്കൊന്നുമില്ല, പണച്ചെലവ് യാതൊന്നുമില്ല, തീർത്ഥയാത്രയും തീർത്ഥാടനങ്ങളും ഒന്നും നടത്തണ്ട. സാധാരണ നാട്ടിലൊക്കെ ഉപദേശിമാര് കയ്യും കാലും ഒക്കെ പൊക്കി, ഇനി ആരുണ്ട് കൈ പൊക്കാൻ, ഇനി ആരുണ്ട് പൊക്കാൻ, ഓരോരുത്തരും പൊക്കിയാൽ ഇതൊട്ട് നിർത്തുകയില്ല. പിന്നെ അവസാനം 2 എണ്ണം പൊക്കും. അത് ഒന്ന് സെക്രട്ടറിയോ ട്രഷറോ ആയിരിക്കും, അല്ലെങ്കിൽ അത് യോഗം നിർത്തി എല്ലാം പിരിച്ചു വിടട്ടെന്ന് ഓർത്താം. ഉടനെ പറയും ഉയർത്തപ്പെട്ട കരത്തിനായിട്ട്. അവരെല്ലാ യോഗത്തിനും കൈപൊക്കുന്നവരാ. അപ്പൊ ഈ ആത്മരക്ഷ കരസ്ഥമാക്കുവാൻ കയ്യും കാലും ഒന്നും പൊക്കണ്ട, 5 പൈസയും കൊടുക്കണ്ട. ആ ഇരിക്കുന്ന കിടത്തിൽ ഇരുന്നൊരൊറ്റ വാക്ക് പ്രാർത്ഥിക്കണം: യേശുവേ, ഞാനൊരു പാപിയാ, അവിടുന്ന് എന്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് വിശ്വസിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ രക്തം സകല പാപവും പോക്കുമെന്നും വിശ്വസിക്കുന്നു. എന്നെ അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കണം, സമർപ്പിക്കുന്നു. ഉള്ളത്തിലേക്ക് വരണം അവിടുന്ന്. ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. അത് ഈ മുഖപക്ഷം ഒന്നുമില്ല. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുവന്നു. അപ്പോൾ അത് ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടൊന്നും രക്ഷപ്പെടുകയല്ല. ഞങ്ങള് പാരമ്പര്യമായിട്ട് ഇങ്ങനെ ക്രിസ്ത്യാനികളാ. അച്ഛനുണ്ട്, കന്യാസ്ത്രീയുണ്ട്, ജമ്മാച്ചനുണ്ട്, പിന്നെ ഞങ്ങളുടെ കുടുംബം വലുതാ. ഇതൊന്നും പറഞ്ഞാൽ സ്വർഗത്തിൽ പോകത്തുമില്ല, രക്ഷിക്കപ്പെടത്തുമില്ല. യേശുവിനെ ഉള്ളത്തിലേക്ക് എടുക്കണം. അപ്പോൾ ആത്മരക്ഷയ്ക്ക് യാക്കോബ് വളരെ പ്രാധാന്യം കൽപ്പിക്കുക. 2, പ്രാണരക്ഷ. 5:18-19 വായിച്ചേ. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് 5-ാം അധ്യായത്തിന്റെ 18-19. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ആ. ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ആ. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണം. അപ്പൊ അവിടെ പ്രാണരക്ഷ ഉണ്ടോ? അപ്പോൾ പ്രാണരക്ഷയ്ക്കും യാക്കോബ് പ്രാധാന്യം കൊടുത്തിരിക്കുക. ആദ്യം ആത്മരക്ഷ, ഇവിടെ വായിക്കുന്നത് പ്രാണരക്ഷ. ഈ 2 രക്ഷ കൊണ്ട് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാനൊക്കത്തില്ല. ആത്മരക്ഷ കൊണ്ട് നിത്യതയിലെത്താം. പ്രാണരക്ഷ, പ്രാണനും വിടിവിക്കപ്പെടുക. പക്ഷേ ഈ 2 രക്ഷ കൊണ്ട് ഈ ഭൂമിയിൽ ആയുസ് തികയ്ക്കാനൊക്കത്തില്ല. അപ്പോൾ 3 ദേഹരക്ഷ ആവശ്യമാണ്. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, കർത്താവിന്റെ ഭാഷ പറഞ്ഞ ഉണ്മാനും ഉടുപ്പാനും കുടിക്കാനും. അപ്പൊ ദേഹരക്ഷ ആവശ്യം. അപ്പൊ ദേഹരക്ഷയെ പറ്റിയും യാക്കോബ് സൂചന തരുന്നുണ്ട്. 2:16 സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവിൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് ആവശ്യം. അപ്പൊ ശ്രദ്ധിച്ചേ, പ്രാണരക്ഷയും ആത്മരക്ഷയും ഒക്കെ നമ്മള് കൂടെ പ്രസംഗിക്കാറുണ്ട്. പക്ഷെ പലരുടെയും ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് പലരും ചെയ്യാറില്ല. ആത്മരക്ഷയും പ്രാണരക്ഷയൊക്കെ നമ്മൾ പറയുന്നുണ്ട്, അതിന് കാശുമൊക്കെ ചെലവാക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ലഘുലേഖയൊക്കെ ഇഷ്ടംപോലെ തമ്പിയുടെ ഹൃദയം അടിച്ചു വെച്ചിരിക്കുക. തകരുന്ന കപ്പല് അതും കെട്ടുകണക്കിന് അടിച്ചു വെച്ചിരിക്കുക. അത് തെറ്റാന്നല്ല, നല്ലതാ. വായിച്ചു, നീ എങ്ങോട്ട്? ലഘുലേഖയുടെ പേരാ, നീ എങ്ങോട്ട്. ഇങ്ങനെയുള്ള അതിനൊക്കെ ഒത്തിരി പൈസ ചെലവാക്കുന്നുണ്ട്, തെറ്റാന്നല്ല, നല്ലതാ. ബൈബിള് ഇഷ്ടം എല്ലാ ദിവസവും ഒത്തില്ലെങ്കിലും ആ ഒടുവിലത്തെ ദിവസമെങ്കിലും വലിയ വിപുലമായ രീതിയിൽ കൊടുത്തില്ലെങ്കിലും സ്തോത്രം. നിങ്ങൾക്ക് യോജിപ്പെന്ന് തോന്നുന്നു. നിങ്ങൾ അതിന്റെ അപ്പുറത്തായിരിക്കും. ഈ മേടിക്കാൻ മാത്രം പഠിച്ചാൽ പോരല്ലോ, കൊടുക്കാനും കൂടെ. ഞാൻ നിങ്ങളോട് വെച്ചല്ല, ഞാൻ ഈ ലൈവിലുള്ളവരോടും സകല ആൾക്കാരും കൂടെ പറയുന്നത്. പിന്നെ ഈ സന്ദർഭം വന്ന് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് പറയുന്നതേ ഉള്ളൂ. എല്ലാവരോടും കൂടെ പറയാം.
2-3 ദിവസം എല്ലാം സ്തോത്ര കാഴ്ച. ചില കൺവെൻഷന് ചെന്നാൽ 2-3 സ്തോത്ര കാഴ്ചയാ. മനുഷ്യനെ അങ്ങ് വശം കെടുക. അപ്പൊ ഇതെല്ലാം മേടിക്കുമ്പം കുറഞ്ഞ പക്ഷം ആ പോകുന്നവർക്ക് വലിയ വിപുലമായ രീതിയിലൊന്നും കൊടുക്കാൻ ഒത്തില്ലെങ്കിലും ഉച്ച സമയമാണെങ്കിൽ കേരളത്തിലെ രീതി വെച്ച ഒരു പിടി ചോറ് മതി, ഒരു സാമ്പാറും തോരനും മതി. വിശപ്പടങ്ങി പോകണ്ടേ, ദേഹരക്ഷയ്ക്ക് ചെയ്യണ്ടേ. എന്നാ സങ്കടപ്പെട്ടിരിക്കുന്നത്? കൊടുക്കുകയല്ലെന്നാണോ കൊടുക്കുവെന്നാണോ? പിന്നെ എത്ര സങ്കടം. അപ്പൊ ഇത് ചെയ്യേണ്ടത് അത്യാവശ്യ കാര്യമാണ്. യാക്കോബ് ആ കാര്യം വളരെ കർക്കശമായി സൂചിപ്പിക്കുന്നുണ്ട്. നാട്ടിലൊക്കെ ഞാൻ പറയും, ദൂരേന്ന് സഭയിലൊക്കെ ആരാധനയ്ക്ക് വരുന്നവരുണ്ട്. അവര് അവിടെ ആരാധനയ്ക്ക് രാവിലെ 9-നോ 9:30-ക്കോ 10-നോ എത്തണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയതായിരിക്കും. അപ്പം വീട്ടിൽ നിന്ന് ആ സമയത്ത് ഇറങ്ങണമെങ്കിൽ രാവിലെ ഇപ്പൊ എഴുന്നേക്കണം. അപ്പൊ അത്രയ്ക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് വീട്ടുകാരും എല്ലാം ക്രമപ്പെടുത്തി വണ്ടി പിടിച്ചോ അല്ലെ കാറിലോ അല്ലെങ്കിൽ ബസ്സിനോ അവരുടെ സാഹചര്യം അനുസരിച്ച് യാത്ര ചെയ്ത് സമയത്ത് വരിക. അപ്പൊ സഭായകോ 1 മണിയോ 1:30-ക്കോ നിർത്തി കഴിഞ്ഞാൽ ഇനി തിരിച്ചെപ്പ ചെല്ലാനാ? അപ്പൊ ആ വരുന്നവർക്ക് ഞങ്ങളാന്നെ ഉപദേശിമാരാന്നെ അങ്ങ് ആത്മാവ് നടത്തി കഴിഞ്ഞാൽ നിർത്തത്തുമില്ല. പിന്നെ ഇങ്ങനെ അങ്ങ് ആട്ടെ, ആത്മാവാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴേ ഇരിക്കുന്നവർക്ക് ദേഹരക്ഷയ്ക്കുള്ളത് ചെയ്യണം. അത് ചെയ്തേ നോക്കൂ. ദൈവത്തിന് അങ്ങനെ ചെയ്യുന്ന ചില സഭകളുണ്ട്. ചിലർ ഓർക്കുന്നത്, ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം, അങ്ങനെ ചെയ്താൽ കുഴപ്പമൊന്നും വരികയില്ല, അടുത്ത ആഴ്ചയും ചെയ്യാൻ അവസരം ദൈവം തരും. ചെയ്തു നോക്കിക്കേ. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. സ്തോത്രം. വീട്ടിൽ 10 ദൈവമക്കൾ പ്രാർത്ഥനയ്ക്ക് വന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒരു കുഴപ്പവും വരികയില്ല. നീ അറിയാത്ത വഴി ദൈവം തുറക്കും. ഞാനെല്ലാം അനുഭവത്തിന്റെ വെളിച്ചത്തിലായി പറയാൻ. ദൈവത്തിന്റെ മഹത്വം. എനിക്കത് വളരെ നിർബന്ധമായ കാര്യവുമാണ്. ദൈവത്തിന്റെ മഹത്വം. അവിടെ നമുക്ക് മടങ്ങി വരാം. അപ്പോൾ ആത്മരക്ഷ, പ്രാണരക്ഷ, ദേഹരക്ഷ. കൂടെ ആരാധിക്കുന്ന സഹോദരിമാരിൽ ഒരാൾക്ക് വസ്ത്രമില്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി അവർക്കത് വസ്ത്രം നിങ്ങൾക്ക് സാഹചര്യം കൊണ്ട് കൊടുക്കണം. സഹോദരന്മാരും ഒവണ്ണം തന്നെ ഒരാൾക്ക് പോരായ്മയുണ്ടെന്ന് മനസ്സിലായാൽ ചുമ്മാ ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് കണ്ണടച്ച് ഇറങ്ങി പോവുകയല്ല ചെയ്യേണ്ടത്. അവിടുന്ന് ആത്മാവിലാ വരുന്നത്. കാരണം ആരെയും കാണണ്ടല്ലോ. ഇവിടെ ഒന്നും ആത്മാവില്ല. തിരിച്ചു പോകുമ്പോഴും പണ്ട് ഞങ്ങളൊരു യോഗത്തിന് പോയപ്പോൾ ഒരാച്ചാൻ ആത്മാവിലായി ഇങ്ങനെ നൃത്തം ചെയ്ത് പോവുക. അപ്പൊ ഓർത്ത് ആത്മാവില. ഇവിടെ നൃത്തം ചെയ്ത് ആത്മാവിലായി വെളിയിലോട്ട് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ ചെന്ന് ആത്മാവിൽ ബസ്സേ കയറി പുള്ളി അങ്ങ് പോയി. ആത്മാവില്ല. അതുകൊണ്ട് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. അത് പാടില്ല. സ്തോത്രം. ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളതും കൂടെ ചെയ്യണം. അവന് വസ്ത്രമില്ലെങ്കിൽ നമുക്ക് സാവകാശം ഉണ്ടെങ്കിൽ അവന് കൊടുക്കണം. ഭക്ഷണമില്ലെങ്കിൽ എല്ലാവർക്കും എല്ലാം കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ ഒക്കത്തില്ല. മതിയെന്ന് ആരും ഒട്ടും മനസ്സോടെ പറയത്തും. മനസ്സിലായി? മതിയെന്ന് മനസ്സോടാരും മതിയെന്നൊക്കെ നമ്മൾ മതി എന്നാലും അകത്ത് ഇച്ചിരൂടെ കിട്ടിയ അത് മനുഷ്യന്റെ പ്രകൃതിയാണ്. അപ്പൊ മതിയെന്ന് മനസ്സോടാരും പറയത്തില്ല. പക്ഷെ മതിയെന്ന് മനസ്സോടെ പറയും. വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തേ. ചൂടെ മതി എനിക്ക് ഇല്ല അയ്യോ, അത് മാത്രമേ മനുഷ്യൻ മതിയോടും. അപ്പോൾ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളതും ചെയ്യണം. അവിടെ നമുക്ക് മടങ്ങി വരാം. 3 രക്ഷ: ആത്മരക്ഷ, പ്രാണരക്ഷ, ദേഹരക്ഷ. ഇത് 3ഉം യാക്കോബ് വളരെ കർക്കശമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ യാക്കോബ് രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തയാളാണ്. മറ്റുള്ളവർ ആത്മരക്ഷയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്തപ്പോൾ യാക്കോബ് ദേഹരക്ഷയ്ക്കും പ്രാധാന്യം കൊടുത്തയാളാണ്. അത്രയ്ക്ക് വിലപ്പെട്ട ലേഖനമായത്. മാത്രമല്ല, ഓർപ്പിച്ചല്ലോ 5 അധ്യായം. ഓരോ അധ്യായത്തിലും പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ പരീക്ഷ 1:12. അപ്പോൾ 1-ാം അധ്യായത്തിൽ പരീക്ഷയ്ക്ക് പ്രാധാന്യം, അതിനെപ്പറ്റി കാര്യങ്ങൾ പറയുക. 2-ാം അധ്യായത്തിൽ പ്രവൃത്തിക്ക് ഊന്നല് 2:14. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? അപ്പോൾ പ്രവൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുക. 3-ാം അധ്യായത്തിൽ നാവ് 3:5.
അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും ആ വളരെ വമ്പു പറയുന്നു. അപ്പോൾ നാവിന് നിയന്ത്രണം ഏർപ്പെടുത്തണം. 4-ാം അധ്യായത്തിൽ പോരാട്ടം, ആത്മീക പോരാട്ടം, അതാ കുറുവാക്യം 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, ആ. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. എതിർത്ത് നിൽക്കണം. അതാണ് 4-ാം അധ്യായത്തിൽ പിശാചിനോട് എതിർക്കണം, പോരാട്ടം, ഫൈറ്റ് ചെയ്യുക. 5-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത 5:7. എന്നാൽ സഹോദരന്മാരെ, ആ. കർത്താവിന്റെ പ്രത്യക്ഷത വരെ അപ്പോൾ ദീർഘക്ഷമയോടെ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും ചേർത്തൊരു കാര്യമോട് പറഞ്ഞു. ന്യായവിധി 9-ാം വാക്യം. സഹോദരന്മാരെ, ആ. വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ആ. ഇതാ ന്യായാധിപതി വാതിൽക്കൽ അപ്പൊ നിൽക്കുന്നു. ന്യായാധിപതി വാതൊക്കെ വന്ന് നിൽക്കുന്നു, സൂക്ഷിച്ചോണം, ശ്രദ്ധിച്ചോണം. അപ്പോൾ 5-ാം അധ്യായത്തിൽ ധാരാളം കാര്യങ്ങൾ എടുത്തെടുത്ത് താൻ പറയുകയാ. 1-ാം അധ്യായത്തിൽ പറയുകയാ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ പരീക്ഷ ഒരനുഗ്രഹമാണ്, ഇല്ലയോ മോളെ? പരീക്ഷ നല്ലതാണോ? പരീക്ഷ നല്ലതാണോ അതോ ചീത്തയാണോ? സ്കൂളിൽ പരീക്ഷ, സ്കൂളിൽ പരീക്ഷ കുഴപ്പം എന്തുവാ? ചീത്തയാണോ നല്ലതാണോ? നല്ല മോക്കോ? നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ ഇഷ്ടമാണ്. അതെ, നല്ലതുപോലെ പഠിക്കുന്ന പിള്ളേർക്ക് പരീക്ഷ ഇഷ്ടമാണ്. അവരാ പരീക്ഷയ്ക്കായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. നാട്ടിലൊക്കെ ഓണപരീക്ഷ, ക്രിസ്തുമസ് പരീക്ഷ, പിന്നെ പണ്ട് പറഞ്ഞ വലിയ പരീക്ഷ എന്നാ, വലിയ പരീക്ഷ. അപ്പൊ നല്ലതുപോലെ പഠിക്കുന്ന പിള്ളേർക്ക് അവരുടെ ആഗ്രഹം വലിയ പരീക്ഷ വരണേ, വലിയ പരീക്ഷ വരണേന്നാ. ഒട്ടും പഠിക്കാത്ത പിള്ളേർക്ക് ക്ലാസ് പരീക്ഷ പോലും ഇഷ്ടമല്ല, അല്ലേ? ടീച്ചറിനെ പ്രാകും, ഇല്ലേ ടീച്ചർ അസുഖമായിട്ട് കിടക്കാൻ പ്രാർത്ഥിക്കും, ഇല്ലേ പള്ളിക്കൂടത്തിന് തീ പിടിക്കണേന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ അതിന്റെ കാര്യം ഉഴപ്പുന്നത് കൊണ്ടാ. എന്നിട്ടൊന്ന് കഞ്ഞിയും വെള്ളവും കുടിക്കുകയല്ല, പിന്നെ അങ്ങ് ഇരിക്കുക, കാരണം ഉഴപ്പാ. എന്നാൽ ദൈവത്തോട് ചേർന്നിരിക്കുകയും ദൈവകൃപയിൽ നിൽക്കുകയും പ്രമാണം കാത്ത് വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ദൈവത്തോട് പറ്റി നിൽക്കുന്നവർക്ക് പരീക്ഷ വിഷയമല്ല. അവര് പറയും പരീക്ഷ വരട്ടെ, പരീക്ഷ വരട്ടെ. അതിനാ പരീക്ഷ കഴിയുമ്പോൾ ആളെങ്ങനെ ഉണ്ടെന്ന് തെളിയുന്നു. പരീക്ഷ കഴിയുമ്പോൾ മനസ്സിലാകും ആളെങ്ങനെ ഉണ്ടെന്ന്. പരീക്ഷ കഴിയുമ്പോഴല്ലേ മാർക്ക് അറിയുന്നത്. സ്തോത്രം. ആത്മീകത്തിലും ഇത് തന്നെ. ഒരു പ്രശ്നവും ഇല്ലാതിരുന്നാൽ നീ ആത്മീയനാണോ എന്ന് തെളിയത്തില്ല. ജോലിയുണ്ട്, സാലറി കിട്ടുന്നുണ്ട്, വീടുണ്ട്, ചുറ്റുപാടുണ്ട്, ശരീരത്തിന് കുഴപ്പമില്ല, സാഹചര്യം എല്ലാം അനുകൂലമാ, വണ്ടിയുണ്ട്, എല്ലാം അനുകൂലമാ, നീ ശരി ആത്മീയമാണോ എന്ന് അറിയത്തില്ല. ജോലി നഷ്ടപ്പെട്ടു, വാഹനവും ഇല്ല, വിസായിക്കും അല്പ പ്രോബ്ലം, ഇച്ചിരി പ്രതിസന്ധി, അന്നേരം നിന്റെ ആത്മീയനുണ്ട്, അതാ ആത്മീയരാണോ എന്നില്ലയോ എന്നറിയുന്നു. എല്ലാ സാഹചര്യവും അനുകൂലമാകുമ്പോൾ കൈയടിക്കാൻ, തുള്ളാൻ, ചാടാൻ, ബഹളം ഉണ്ടാക്കാം. ഇതെല്ലാം പ്രതികൂലമാകുമ്പോൾ അങ്ങനെ ഉണ്ട്, അന്നേരം അറിയുന്ന ആത്മീയം. അതാ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം തെളിയണം, നന്നായിട്ട് തെളിയണം. യേശു കർത്താവിനെ പിശാച് പരീക്ഷിക്കാൻ വന്നു. ആ പരീക്ഷയെല്ലാം കർത്താവ് ജയിച്ചെന്നുള്ളതാണ്. വേണമെങ്കിൽ കർത്താവ് പിശാച് വന്നപ്പോ പിശാചിനെ അന്നേരം തടഞ്ഞവിടെ നിർത്താം. സർവശക്തനായ ദൈവമല്ലേ, അവിടെ സ്റ്റോപ്പ് ചെയ്താൽ മതി. ഒരിക്കൽ ശിഷ്യന്മാര് ചില വിഷയത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ തീയറക്കട്ടെ, അല്ലെ അവരെ തട്ടിയേക്കട്ടെ എന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, എന്തിനാ അങ്ങനെ? ഞാനിപ്പോൾ എന്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ ഇങ്ങോട്ട് അയച്ചു തരും. ഒരു ലഗ്യോൻ എന്ന് പറഞ്ഞാൽ കണക്ക ബറ്റാലിയൻ 6000. അപ്പൊ 12 ലഗ്യോൻ എന്ന് പറഞ്ഞാൽ 12 ചുമ്മാ ഇരിക്കില്ലയോ കൂട്ട്. 12 12 12 24 12 36 12 4 48 12 5 60 12 6 അതാ അത്രോ. ഞാനിപ്പോ എന്റെ ദൈവത്തോടാണ്
70,000 ദൂതന്മാരെ ഇറക്കി തരും. 70,000 ദൂതന്മാര്. ദൂതനാരാന്ന് പിടികിട്ടിയിട്ടില്ല, അതാ ഈ പരുവത്തിരിക്കുന്നത്. ഒരു ദൂതൻ ഇറങ്ങിയപ്പോ 1,85,000 തകർത്തു. ഒരു ദൂതൻ. അപ്പൊ 70,000 വന്നാലോ? നിങ്ങൾക്ക് വിശ്വാസം ഒന്നുമില്ലെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ ഇതങ്ങ് പറയാനെന്നേ ഉള്ളൂ. ഒന്നും നിങ്ങൾ വിശ്വസിക്കുന്ന രീതി കാണുമ്പോ എനിക്കറിയാം. ചുമ്മാ ഇങ്ങനെ ഇരിക്കും, വലിയ വിശ്വാസമുണ്ട്. അപ്പൊ 1 ദൂതന 1,85,000. അപ്പൊ അങ്ങനെ ശക്തിയും ബലവും ഏറിയ ദൂതന്മാരാ. അപ്പൊ ആ ദൂതന്മാരോട് പറഞ്ഞാൽ മതി അവനെ അങ്ങ് തടഞ്ഞേക്കാൻ. ഏതാ? സാത്താനെ. പക്ഷെ കർത്താവ് അങ്ങനെ ചെയ്തില്ലല്ലോ. പരീക്ഷകനടുത്ത് വന്നു. 3 വിധത്തിലാ പരീക്ഷ വന്നത്. അതിനെ 3 യേശു ജയിച്ചു. സ്തോത്രം. ഈ കല്ലുകളെല്ലാം അപ്പമാകാൻ പറഞ്ഞു. വിശപ്പും ഉണ്ടല്ലോ, സാത്താന്റെ ആലോചനയാണ്. കർത്താവ് പറഞ്ഞു വിശപ്പും ഒക്കെ ഉണ്ട്, പക്ഷെ നിന്റെ ദൈവമായ കർത്താവിനെ ഒന്നും നീ പരീക്ഷിക്കരുത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിന്ന് വരുന്ന അതാ ജയിക്കുക. വലിയ ഗോപുരാകൃതി കയറ്റി വെച്ച് പറഞ്ഞ് താഴോട്ട് ചാടിക്കോ, ദൂതം താങ്ങുമെന്ന്. നമ്മളന്ന് നീട്ടിച്ചാടിയാനും വേണം ഒരു ഫോട്ടോയും കൂടെ എടുത്തോളാൻ പറയും. അങ്ങനല്ലേ ഇപ്പൊ എല്ലാരും അത് എടുക്കുകയല്ലേ. ട്രെയിൻ വരുന്ന കൊണ്ടുണ്ടോ എടുത്ത് ട്രെയിൻ കയറി പോയി, തീർന്നില്ലേ? ഇല്ലേ? വായിച്ചതല്ലേ? അങ്ങനെ ഒത്തിരി പേരുണ്ടല്ലോ. ഇവിടെ കൊടൈക്കനാലിൽ എവിടാന്നോ ഫോട്ടോ എടുക്കുക, ഒരുത്തനെ കടുവായുടെ മുന്നിൽ നിന്ന്, ഇല്ലേ? കണ്ടതല്ലേ? വല്ല വെളിവുള്ളവനാന്ന് ഇവനല്ലേ. ഇവിടെ കണ്ടായിരുന്നു ആനയുടെ മുന്നിൽ നിന്ന്. ആന ഓടിച്ചവന്റെ ഓട്ടം. കാട്ടാനയുടെ മുന്നിൽ നിന്ന് ഇവൻ എന്തോ. ആനയ്ക്കും കടുവായ്ക്കും വിളിക്കും ജീവിക്കാൻ ആ കാട്. നീ അതിനകത്തൂടെ റോഡ് ഉണ്ടാക്കി വെച്ച്, എന്നാ റോഡ് ഉണ്ടാക്കി എളുപ്പം അതിലെ മര്യാദയ്ക്ക് അങ്ങ് പോയ ഉടനെ അവിടെ ചാടി ഇറങ്ങി. ആന നിന്റെ അളിയനല്ലേ? ആനയുടെ മുന്നിൽ നിന്ന് അളിയനും കൂടെ എല്ലാം ഭ്രാന്ത. എവിടെ ഒരു ന്യൂസ് വായിച്ചതാ, സിംഹത്തെ വളർത്തി അത് കടിച്ചു കൊന്നു അയാളെ തന്നെ. സിംഹത്തിനും ആനയ്ക്കും കടുവായ്ക്കും കൂടെ ആ കാട്. അന്നേരം അതിനെ കൊണ്ട് ബെഡ്റൂമിൽ വെളിവില്ല, എന്നാ ചെയ്യാൻ? ദൈവത്തിന് മഹത്വം. അപ്പൊ പിശാചി പറഞ്ഞ് താഴോട്ട് ചാട്, ദൂതൻ നിന്നെ. അതാ പറഞ്ഞ് ദൈവത്തെ പരീക്ഷിക്കരുത് കേട്ടോ. സ്തോത്രം. പിന്നെ പറഞ്ഞു ഇതെല്ലാം എന്റെതാ, ഒന്ന് വണങ്ങി ആരാധിച്ചാൽ മതി, മുഴുവൻ തന്നേക്കാം. നമ്മളറിഞ്ഞ 9 വട്ടം ആരാധിച്ചതിന് ഷാജിനെ. ഒന്നല്ലേ ഒന്ന് ഇത്രയും കിട്ടുന്നതല്ലേ? നിന്റെ ദൈവമായ കർത്താവ് മാത്രമേ ആരാധിക്കാവൂ. സ്തോത്രം. അപ്പൊ ഇങ്ങനെയുള്ള ഈ പരീക്ഷകളെയെല്ലാം നമ്മുടെ കർത്താവ് ജയിച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, വിവിധ പരീക്ഷകളിൽ കൂടി കടന്നു പോകുമ്പോൾ പതറരുത്. ദൈവത്തിൽ ആശ്രയിക്ക്, ജയിക്കാൻ ദൈവം കൃപ തരും. കൊള്ളാവുന്നവനായി തെളിയണം. അപ്പൊ 1-ാം അധ്യായത്തിൽ പരീക്ഷയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവരെ പഠിപ്പിക്കുക. 2-ാം അധ്യായത്തിൽ പ്രവൃത്തിക്ക് ഊന്നൽ കൊടുക്കണം. പ്രവൃത്തി ഈ മാത്രം പറഞ്ഞാൽ പോരാ, നമ്മുടെ ജീവിതത്തിൽ അത് കാണിച്ച് മാതൃക കൊടുക്കണം. ആ 14-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. 2. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? പ്രവർത്തിക്കണം. ഈ പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലും കൂടെ ആരാധിക്കാൻ ജനത്തോട് പറയുമ്പോൾ നമ്മൾ ആരാധിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥിക്കണമെന്ന് ജനത്തെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സ്തോത്രം ചെയ്യണമെന്ന് ജനത്തോട് പറയുമ്പോൾ ഞാനും സ്തോത്രം ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. ക്ഷമിക്കണമെന്ന് ജനത്തെ പഠിപ്പിക്കുമ്പോൾ ഞാനും ക്ഷമിക്കുന്ന വ്യക്തിയായിരിക്കണം. സ്നേഹിക്കണമെന്ന് മറ്റുള്ളവരോട് ഉപദേശം കൊടുക്കുമ്പോൾ ഞാൻ ആദ്യം അത് മാതൃകയാക്കണം.
ഇപ്പൊ നമ്മള് എല്ലാരും ഞാൻ സഹിതം നമ്മളെല്ലാരും ഇപ്പൊ പറയുന്നത് നമ്മുടെ കാര്യം പറയത്തില്ലല്ലോ. ഈ പിള്ളേരോടൊക്കെ ആണെങ്കിലും നാട്ടിലൊക്കെ പാസ്റ്റർമാര് പറയുന്നത് സ്തോത്രം ഗാന്ധിജിയെ നോക്കാൻ, അങ്ങനല്ലേ പറയാൻ, ഗാന്ധിജിയെ നോക്കാം, വില്യം കേറിയെ നോക്കി. എബ്രഹാം ലിങ്കണിനെ പറ്റി കേട്ടിട്ടുണ്ട്. അതൊക്കെ നല്ലതാ, അവരുടെ ജീവിതമൊക്കെ പഠിക്കുന്നതൊക്കെ. എന്നാ ആരേലും പറ എന്നെ നോക്ക, ഇതെന്നാ പറയാതെ? നമ്മളെല്ലാം എബ്രഹാം ലിങ്കനെ നോക്കാനാ പറയുന്നത്. അവനവന്റെ പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം, ഇതാ നീ എന്നെ അപ്പം പറയണം മോനോട്, നീ എന്നെ നോക്കി പഠിക്കേ, പറയണ്ടായോ? ഗാന്ധിജിയെ നോക്കാനാണോ പറയുന്നത്? നെഹ്റുവിനെ നോക്കാനാണോ? മിണ്ടുന്നില്ല. അവനവന്റെ പിള്ളേരോട് പറയണം, നീ എന്നെ നോക്കി പഠിക്കേ. ഞാൻ എങ്ങനെ വീട്ടിൽ പെരുമാറുന്നേ, എന്റെ സംസാരം, എന്റെ പ്രവൃത്തി, എന്റെ ഇടപാട്. അപ്പൊ എന്തെങ്കിലും പിള്ളേർ ഇതൊക്കെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും അപാകത ഉണ്ടേ പ്രവാചകൻ എടുക്ക പോണ്ട, പിള്ളേര് പറഞ്ഞു തരും. ഇത് പ്രവാചകൻ ഇടപെടുന്നത്. അപ്പോ കുവൈറ്റിലേതേലും പ്രവാചകൻ വന്നത് ഉടനെ ബാഗ് കൊടുത്തോണ്ട് ഓടും. ഒന്നും പോകണ്ട, പിള്ളേരോട് പറഞ്ഞാൽ മതി, പിള്ളേര് കറക്റ്റ് തൂത് പറഞ്ഞു തരും. ഇല്ലേ, നിങ്ങൾ പറ. അമ്മ മോളോട് പറയണം, എടീ നീ എന്നെ കണ്ട് പഠിക്കാൻ. അപ്പൊ എന്തെങ്കിലും ക്രമീകരിക്കാനുണ്ടെ മകള് പറഞ്ഞു തരും. അതിനൊരു പ്രവാചകൻ എടുക്കലും പോകണ്ട. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തൂത് കേൾക്കാനുള്ള, ഒരു പൈസ പോലും മുടക്കില്ലാതെ കറക്റ്റ് തൂത് കേൾക്കാനുള്ള മാർഗമായി പറഞ്ഞു തരുന്നേ. ഒക്കെ തന്നെ കൊച്ചുങ്ങൾക്ക് 10 രൂപ കൊടുത്ത്. ഞാൻ സത്യമാണ് പറഞ്ഞു, ഒരു പ്രവാചകന്റെ ചെന്ന് പോകണ്ട. അമ്മ മകളോട് പറയണം, മോളെ നീ എന്നെ കണ്ട് പഠിക്കേ, ഞാൻ ഈ വീട്ടിൽ പെരുമാറുന്നത് എങ്ങനെയാന്ന് നീ എന്നെ കണ്ട് പഠിക്കേ. എന്റെ പ്രാർത്ഥന, സംസാരം, പപ്പായോടുള്ള സമീപനം, എന്റെ ഇടപാട്, സഭയെ വരുമ്പോ ഞാൻ എങ്ങനെ മറ്റുള്ളവരോട്, ഇതെല്ലാം നീ എന്നെ കണ്ട് പഠിക്കാൻ പറയാൻ പ്രാഗൽഭ്യം വേണം. അപ്പൻ അതുപോലെ മകനോടും പറയണം. എന്നെ എല്ലാരും ഗുളിക മാറി കഴിച്ച പോലെ നമ്മൾ പറയാൻ ഇതൊന്നും അല്ല. ഞാൻ എന്നെ കൂടെ പറയാ, നമ്മൾ പറയുന്നത് നീ യേശുവിനെ നോക്കി, അത് നോക്കിക്കോളുമല്ലോ. ബില്ലിഗ്രാമിനെ നോക്കി, അവരെ നോക്കരുതെന്നോ അവരുടെ ജീവിതത്തിലെ നല്ല പാഠം പഠിക്കരുതെന്നല്ല ഞാൻ പറയും. ആദ്യം നമ്മുടെ കാര്യം പറ. സ്തോത്രം. സൺഡേ സ്കൂളിന് പോകാൻ അവനോട് പറഞ്ഞു വിടുമ്പോ നമ്മൾ ആരാധനയ്ക്ക് കൃത്യം വരുന്നവരായിരിക്കണം. അവനെ സൺഡേ സ്കൂളിന് വിട്ടേച്ചു നീ വേറെ വഴിക്കാ പോകുന്നെങ്കിലോ. സ്തോത്രം. പിള്ളേർ പറയാ സ്തുതിച്ചാട്ടെ. അപ്പം പിള്ളേർ നമ്മളെ നോക്കുമ്പോഴോ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഈ പിള്ളേർ സ്തുതിക്കുവോ? അവര് നാളെ അതിലും വില കൂടിയ മൊബൈലുമായിട്ടായിരിക്കും വരുന്നത്. ഉദാഹരണമായി പറഞ്ഞ്. സ്തോത്രം. അവിടെ നിങ്ങൾ ചിലര് നന്നായിട്ട് വിഷമിക്കുന്നു, നമുക്കോണ്ട് ആ ഭാഗമൊന്നും തൊടുന്നില്ല, വിട്ടേക്കാം, വെറുതെ എന്തിനാ ആരോഗ്യം ഉണ്ടാക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഭാഗമൊന്നും ഇനി എടുക്കുന്നില്ല. വായിച്ച കുർവാക്യത്തിലേക്ക് വരാം, അതായിരിക്കും നല്ലത്. 4-ന്റെ ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുക, പിശാചിനോട് എതിർത്ത് നിൽക്കണം, വിട്ട് ഓടിപ്പോകും. ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ അധീനതയില്ല. യോഹന്നാന്റെ 1 ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ സർവ്വലോകവും അങ്ങനെ കൊടുത്തേക്കുന്ന വായിച്ചേ. 5:19. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക. അപ്പോൾ സാത്താന്യ വ്യാപാരമായി സർവ്വലോകത്തിലും.
അല്പകാലമേ ഉള്ളെന്ന് വെച്ച് വളരെ ശക്തിയോടെ പോരാടുകയും ചെയ്യുകയാണ്. ഇതിന് നടുവിൽ യാക്കോബ് അപ്പോസ്തലൻ പറയുക, ദൈവത്തിന് കീഴടങ്ങും ഈ പിശാചിനോട് എതിർത്ത് നിൽക്കണം, എന്നാൽ അവൻ നിങ്ങളെ വിട്ട്. അപ്പൊ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ പിശാച് ഓടിപ്പോകാൻ എന്തോ ചെയ്യണം? എതിർത്ത് നിൽക്കണമെന്ന്. ഈ ശാസ്ത്രക്കാര് ഈ ഉറക്കെ എന്ന് പറയുമ്പോ പോകുന്ന ധാരണ ചിലര് ധരിക്കുന്നത് 21 ഇരുന്നാൽ ഇത് ഓടുവന്ന, ചിലത് 21 ഇരുന്നപ്പോ വ്യാഴ് കയറുക ചെയ്തത്. അതെ, ഉപവസിച്ച് കഴിഞ്ഞപ്പോ പുള്ളിക്ക് ഭൂതം കയറിയെന്നാ പറഞ്ഞത്. അപ്പൊ ഇത് ശാസിച്ചാലോ 21 ഇരുന്നാലൊന്നും പോകുന്നതല്ല. വചനം പഠിപ്പിക്കുന്നത് അവനോട് എതിർത്ത് നിൽക്കണം. എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന്റെ മഹത്വം. വേറെ പുസ്തകം പഠിച്ചാൽ അങ്ങനെ എതിർത്ത് നിന്ന സന്ദർഭത്തിലെല്ലാം ഇവൻ ഓടിപ്പോയിട്ടുണ്ട്. ഈ വിഷയം തെളിയിക്കാൻ നമുക്ക് തിരുവചനത്തിൽ നിന്നൊരു ഭാഗം എടുക്കാം. നിങ്ങള് ശമൂവേലിന്റെ 1-ാം പുസ്തകം അതിന്റെ 17-ാം അധ്യായത്തിന്റെ 4 മുതൽ വായിച്ച് അവിടെ എതിർത്ത് നിന്ന് ചെയ്ത ഒരു സംഭവം. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ അതിന്റെ 3-ാം വാക്യം ആദ്യമായത്, ഫെലിസ്ത്യർ പുറത്തൊരു ഫെലിസ്ത്യര് ഇപ്പുറത്തൊരു മലഞ്ചെരിവിലും ഇസ്രായേലിയർ അപ്പുറത്തൊരു ഇസ്രായേലിന് അപ്പുറത്ത് ഒരു മലഞ്ചെരിവിലും നിന്നു. അവരുടെ മധ്യ ഒരു താഴ്വരയുണ്ട്. ഇവരുടെ മധ്യ ഒരു താഴ്വര ഉണ്ടാകും. അപ്പൊ ഫെലിസ്ത്യര് ഇപ്പുറത്തൊരു മലഞ്ചെരിവിലും ഇസ്രായേലിന് അപ്പുറത്ത് ഒരു മലഞ്ചെരിവിലും, രണ്ട് ഗ്രൂപ്പാ, ഇപ്പുറത്തും അപ്പുറത്തും. ഈ മിക്ക സ്ഥലങ്ങളിലും ഗ്രൂപ്പ് ഉണ്ടല്ലോ. ചില സഭകളിലൊക്കെ ചെന്ന ഗ്രൂപ്പാ, പാസ്റ്ററും 3-4 പേരും കൂടെ ഒരു ഗ്രൂപ്പ്, സെക്രട്ടറിയും 2-3 പേരും കൂടെ ഒരു ഗ്രൂപ്പ്, വെറുതെ വന്ന് കൈയടിക്കുന്ന ഒരു ഗ്രൂപ്പ്. അവരിങ്ങനെ കൈയടിച്ച് ഓളം ഉണ്ടാക്കി കൊടുക്കുകയുള്ളു. നിങ്ങളൊന്നും അറിയുന്ന പോലുമില്ല. ഇവിടെ എന്നെ നടക്കുന്നത് പോലും എല്ലായിടത്തും ഗ്രൂപ്പിസമാണ്. എന്തിനാ സഭ? വീട്ടിലെ അമ്മയും മോനും ഒരു ഗ്രൂപ്പ്, അപ്പനും മോളും വേറൊരു ഗ്രൂപ്പ്. ചില സഭകളിൽ ചെന്ന കാശുകാരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, കാശില്ലാത്തവരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, കളറല്ല ഉള്ളതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, കളർ കുറഞ്ഞതെല്ലാം കൂടെ വേറൊരു ഗ്രൂപ്പ്. എല്ലായിടത്തും ഗ്രൂപ്പിസമാണ്. എല്ലാ മേഖലയും എടുത്തു. പാസ്റ്റർമാരുടെ ഇടയിലും ഗ്രൂപ്പിസം ഉണ്ട്. വലിയ സ്റ്റാൻഡേർഡുള്ള പാസ്റ്റർമാര്, ഇച്ചിരി കുറഞ്ഞ പാസ്റ്റർമാര്, ഒട്ടുമില്ലാത്ത. നിങ്ങൾ കൺവെൻഷനൊക്കെ ചെല്ലുമ്പോ ഇരിക്കുന്നതും ഇരുത്തുന്നതും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ. അതെ, നിങ്ങൾ തർക്കിക്കുമൊന്നും വേണ്ട, ഞാൻ 100 തെളിവ് തരാം. ഒക്കെ അവര് നോക്കിയ അത് ഇവിടുത്തെ അതേത് പാസ്റ്റർമാർ, അത് IPCയിലെയും ചർച്ച കൂടിലെയും അസംബ്ലീസോഡിലെയും പാസ്റ്റേഴ്സ്. അവര് മെയിൻ കസേരയിൽ. അതിന്റെ പുറകിലത്തത് ഷാരോന്, കല്ലുമല, പിന്നെ ന്യൂണ്ടിയ അതിന്റെ പുറകില്. പിന്നെ അതിന്റെ പുറകിൽ ആരാ? അതിന്റെ പുറകില് സ്വതന്ത്ര പെന്തിക്കോസിലെ പാസ്റ്റേഴ്സ്. പിന്നെ അതിന്റെ പുറകില് എങ്ങും അല്ലാതെ കുറെ പേരുണ്ടല്ലോ. ഇതൊക്കെ തന്നെ. നിങ്ങൾ യോജിക്കത്തില്ലെന്ന് എനിക്കറിയാം. ആര് ചോദിച്ചാലും ഞാൻ കാര്യം ഇത് പറയും. അതെ, ഏത് യോഗത്തിന് ചെന്നാലും അങ്ങനല്ലേ, ഇരുത്തുന്നതും അങ്ങനല്ലേ. യാക്കോബ് അത് പറയുന്നുണ്ട്, നിങ്ങളുടെ സഭയിൽ മോതിരം ഇട്ടുകൊണ്ടെടുത്ത മോതിരം ഇടാന്നല്ല അതിന്റെ അർത്ഥം. 4-5 മോതിരം ഇഞ്ഞുമായിട്ടുണ്ട് സഭയ്ക്ക്, ഉടനെ അതാ എടുക്കുന്നത്. എന്നാ ഗുണം പിടിക്കാനുള്ള കാര്യമല്ല. മോതിരം ഇട്ടുകൊണ്ട് വരാന്ന് യാക്കോബ് മോതിരം ഇട്ടുകൊണ്ട് വരാനാണോ പറഞ്ഞപ്പം? ഒരുത്തൻ സാമ്പത്തികമായി ആ രീതിയിൽ വരുന്നവനെ നിങ്ങൾ അങ്ങനെ അവനോട് ഇടപെടുന്നെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അത് നല്ല ജോലിയും വില കൂടിയ വണ്ടിയിലൊക്കെ വരുന്ന ആളിന് ഒരു പ്രത്യേക അവർക്ക് പ്രത്യേക കയ്യാ.
കൈ ഒന്ന് പിടിച്ചൊന്ന് കുലുക്കി അവര് പോകാന്ന് പറഞ്ഞാലും വിടുകയില്ല. ആ സമയം ചെറിയ കമ്പനി ചെറിയ ജോലിക്കായി അവന് കഴിവിന്റെ പരമാവധി കൊടുക്കുകയില്ല. അഥവാ ഇനി കൊടുക്കാലും ഒന്ന് രണ്ടുപേരിലൊന്ന് കാണിച്ചേച്ച് അവനൊന്ന് കൈ പിടിക്കണമെന്നുണ്ടായാലും നേരമില്ലെന്നാ പറയുന്നത്. മനുഷ്യന്റെ എല്ലാം പ്രകൃതി ഇതാ. ഞാൻ ഒന്നാം പ്രതി ഞാനാ. നമ്മൾ ഈ പുൾപ്പറ്റിൽ നിന്ന് നല്ല വകുപ്പാ പറയുന്നത്. വകുപ്പ് പറയാൻ പോലെ ലോകത്തിൽ ആരും ഇല്ലയോ. സങ്കീർത്തനത്തിൽ 2 എഴുതിയേക്കുന്ന സ്വർഗത്തിൽ ഇരിക്കുന്ന ഇതെല്ലാം കണ്ട് ചിരിക്കുക. ഈ താഴെ കാണിക്കുന്ന ഈ കൊന്ത്രാകൊള്ളി എല്ലാം കണ്ട് സ്വർഗം വരുന്നു. സ്വർഗത്തിൽ ചിരിയാ. ഇവനെല്ലാം കാണിക്കുന്നു. ഞാൻ എന്നെ പ്രതിയാക്കിയായി പറഞ്ഞു. സ്തോത്രം. നമ്മുടെ സമീപനം, ഇടപാട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്തോത്രം. വിദേശ രാജ്യത്ത് പലരും നന്നായിട്ട് സഹകരിക്കുന്നവരുണ്ട്. പക്ഷെ ഇവര് മിക്ക ആൾക്കാരും നാട്ടിൽ വന്നാൽ ഇതുപോലെ സഹകരിക്കുകയല്ല. ഇവിടെ ഭയങ്കര എനിക്കതാ പിടി കിട്ടാത്ത. ഇവിടെ ഭയങ്കര സഹകരണമാണ്. ഞങ്ങളുടെ സഭയിലെയാണ്, ഞങ്ങളുടെ സഭയിലെ സിസ്റ്ററാണ്, ബ്രദറാണ്. നാട്ടിൽ വന്നു കഴിയുമ്പം ഉടനെ തനിനിറം. അത് അവിടുത്തെ ആ പിന്നെ ഒരു നല്ല സഹകരണമോ ഇടപാടോ സമീപനമോ ഒന്നുമില്ല. ഇവിടെ ആ വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോകും, കഴിക്കും, കുടിക്കും, കൂടും, സഹകരിക്കും. നാട്ടിൽ വന്നാൽ ഉടനെ സ്തോത്രം. സ്വർഗത്തിരിക്കുന്ന ചിരിക്കുക ഇതെല്ലാം കണ്ട്. നമ്മുടെ ചില വിദ്വാൻമാര് ഒക്കെ വിവാദമാകും, എനിക്ക് വിഷയമൊന്നുമല്ല. വിദ്വാൻമാര് പറയുന്നത് കേട്ടില്ലോ, ഞാൻ നോർത്ത് ഇന്ത്യ ചെന്ന് ഇന്ന ആൾക്കാരുടെ കൂടെ ഞങ്ങള് സഹകരിക്കുകയും ഭക്ഷിക്കുകയും ഒക്കെ ചെയ്ത്, എന്നിട്ട് കേരളത്തിൽ വരുമ്പോൾ എന്നാ തിരിയുന്നത്? കേരളത്തിൽ വരുമ്പോൾ പറയാം അത് അവരുടെ സഭയാ, അത് മറ്റവരുടെ സഭയാ, ഇത് ഇന്നവരുടെ, ഇത് ഞങ്ങളുടെതാ. ഇതെല്ലാം കണ്ട് സ്വർഗത്തിരിക്കുന്ന ചുമ്മാ അതല്ല, ഒരുപാട് തല്ല് മേടിക്കുന്ന എല്ലാവരും. പക്ഷെ തല്ലുകൊള്ളുന്ന എല്ലാം നിരപരാധികളോ, അതായി സങ്കടവും. നിരപരാധികളാണ്. നമ്മള് പറയുന്നത് പോലെ ആയിരിക്കണം കുറെയൊക്കെ. പൂർണ്ണമായിട്ട് ചിലപ്പോ എല്ലാവർക്കും ഒത്തത്, എന്നാലും ഒരു മനസാക്ഷിക്ക് കുത്തലൊന്നും ഉണ്ടാകരുത്. ദൈവത്തിന്റെ മഹത്വം. ഇവിടെ 2 ഗ്രൂപ്പാ. ഫെലിസ്ത്യർ ഇപ്പുറത്തൊരു മലഞ്ചെരുവിലും ഇസ്രായേലിന് പ്രിയരെ സഭയ്ക്കകത്ത് ഗ്രൂപ്പിസം ഉണ്ടാക്കരുത്. ഈ സഭയും ഏത് സഭയാകട്ടെ, നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭ, അതിനകത്ത് ഗ്രൂപ്പ് പാടില്ല. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, കൊടുക്കാനാവതോ സാഹചര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക. എല്ലാരും ഒരുപോലെ കാണുകയും. സ്തോത്രം. ഗ്രൂപ്പിസം പാടില്ല. അനേക സഭകളില് പ്രശ്നം ഉണ്ടാകാൻ കാരണം ഈ ഇതിനകത്ത് ഗ്രൂപ്പിസം. സ്തോത്രം. അത് പാടില്ല. ദൈവത്തിന്റെ മഹത്വം. ഞാൻ അധികം വിവരിക്കുന്നില്ല. ഞങ്ങൾക്ക് തിരുവല്ലയിൽ ഒരു ചെറിയ കൂട്ടായ്മയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാടെ കാര്യം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞേക്കരുത്. പറഞ്ഞാൽ ഞാൻ പൊതുവെ പറയും, നീയാണ് ഇന്നയാടെ കാര്യം ഇന്ന ദിവസം എന്നോട് വന്ന് പറഞ്ഞെന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഇല്ല എനിക്ക്. എന്ത് പ്രിയാന്നറിയോ, ഒരുത്തരും എന്നോട് പറയത്തില്ല. പ്രാർത്ഥിക്കാനുള്ള വിഷയം പറഞ്ഞോണം. പിന്നെ കുടിച്ചു അതിന് നേരെ പ്രാർത്ഥിക്കേണ്ട വിഷയമാണെങ്കിൽ പ്രാർത്ഥിക്കും, വന്ന് പ്രാർത്ഥിക്കേണ്ടതാണെങ്കിൽ പ്രാർത്ഥിക്കും. നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ വിഷയം പറഞ്ഞു, വീട്ടുകാരുടെ വിഷയം എന്നോട് പറയരുത്. പറഞ്ഞാൽ ഞാനത് പൊതുവെ പറയും, ഞാൻ നിന്റെ വീട്ടിൽ വന്നപ്പോ ഇന്നവരുടെ കാര്യം നീ എന്നോട് പറഞ്ഞു, ഇന്നതാണോ ശരി, രണ്ടിനെയും കൂടെ ഒന്ന് ചിന്തി ചോദിക്കുകയും ചെയ്യും. അത് ഞാൻ ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഞാൻ ഒത്തിരി ഒരു പ്രശ്നവും ഇല്ല. നിങ്ങളുടെ വിഷയം പറ, പ്രാർത്ഥിക്കാം. എന്തെങ്കിലും സഹായം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അതും ചെയ്യാം. സ്തോത്രം. ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ ഇടപെടരുത്. ദൈവത്തിന് മഹത്വം. ഞാൻ വളരെ പ്രാഗൽഭ്യത്തോടെ പറയാം, ദൈവസന്നിധിയില് ഇന്ന വിഷയം ഞാൻ പറഞ്ഞായത് ആരും പറയത്തില്ല.
സമയത്ത് എവിടെയും കയറിയില്ല. ചിലര് അവര് വരുന്നുണ്ടോ, എന്നാ ഞങ്ങൾ ഇന്ന് വരുന്നില്ല, കാരണം കുരുക്കൊപ്പിച്ചായിരിക്കുന്നു അവര്. അല്ലെങ്കിൽ താമസിച്ച് വന്നേച്ച് നേരത്തെ പോകും. തീരുമ്പോഴല്ലേ ചിലപ്പോ ചോദിക്കുന്നത്. പാടില്ല. ദൈവത്തിന് മഹത്വം. ഗ്രൂപ്പിസം അത് ദൈവം വെറുക്കുന്നതാണ്. ഇവിടെ ഫെലിസ്തീൻ ഇപ്പുറത്തും ഇസ്രായേലിന് അപ്പുറത്തും. ഒന്നുകൂടെ വായിച്ച 3-ാം വാക്യം. ഫെലിസ്തീർ ഇപ്പുറത്തൊരു മലഞ്ചെരുവിലും ഇസ്രായേലർ അപ്പുറത്തൊരു മലഞ്ചെരുവിലും നിന്നു. ഫെലിസ്തീൻ ഇപ്പുറത്തൊരു മലഞ്ചെരുവിലും ഇസ്രായേലിന് അപ്പുറത്തൊരു മലഞ്ചെരുവിലും അപ്പുറത്ത് ഒരു മലഞ്ചെരുവിലും നിന്നു. അപ്പൊ 2 ഗ്രൂപ്പാ. അവരുടെ മധ്യ ഒരു താഴ്വര. 7-ാം താഴ്വര. ഇനി 4-ാം വാക്യം. അപ്പോൾ ഫെലിസ്തീരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴ ഒരിയാൻ നെടുപ്പു ഉള്ളവനായിരുന്നു. അവന്റെ തലയിൽ വലിയ താമര ശിരസ്ത്രം. അവൻ 5000 ശേക്കൽ തൂക്കമുള്ള താമര കവചം ധരിച്ചു. അവന് കാൽച്ചട്ടയും ചുമലിൽ താമരം കൊണ്ടൊരു വേലുമുണ്ട്. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പതിരി പോലെ. കുന്തത്തിന്റെ അലക് 600 ശേക്കൽ ഇരുമ്പ്. ഒരു പരിചക്കാരൻ അവന്റെ മുൻപിലും. ഇതാണ് ഇവന്റെ പ്രകൃതി. ഇവൻ തനി പിശാച. നിങ്ങള് തമിഴ്നാട്ടിലുള്ള സഹോദരന്മാരും മലയാളികളായ പ്രിയപ്പെട്ടവരുള്ളത് കൊണ്ട് ഇവന് പിശാചാന്ന് അതിലെ ഒരു പദം കൊണ്ട് തന്നെ തെളിയും. അത് നിങ്ങൾ തന്നെ വായിച്ചാൽ മതി. തമിഴ്നാട്ടുകാരായ സഹോദരന്മാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഒന്നുകൂടെ ആ വാക്യം വായിച്ചേ. അപ്പോൾ ഫെലിസ്തീരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴവും 1 ചാണ് നെടുപ്പമുള്ളവനായിരുന്നു. അവന് തലയിൽ ഒരു താമ്ര ശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ശേക്കൽ തൂക്കമുള്ള ഒരു താമ്ര കവചവും ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചിട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. തെളിഞ്ഞല്ലോ, താമ്രം കൊണ്ടൊരു. തെളിഞ്ഞല്ല വ്യാജാന്ന്. സ്തോത്രം. മനസ്സിലായിരുന്നില്ലേ? മനസ്സിലായോല്ലോ? എന്താ മനസ്സിലായി? ചുമ്മാ ഇരുന്ന് ഇരിക്കാതെ കാര്യം പറ. മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായോ? അതാ ഇവൻ താനി പിശാച. യാക്കോബ് പറയാ, എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ ഓടിപ്പോവും. ഇതൊന്ന് ഓഫാക്കാന്ന് ഒരു കാര്യം പറയാം. അങ്ങനെ ഞാൻ ജീവിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 6 മുഴ 1 ചാൺ നെടുപ്പമുള്ള ഇവൻ തനി പിശാച. ഈ 2 ഗ്രൂപ്പ് അപ്പുറത്തും. ഈ എന്റെ ഒരു ഭാഷയെ പറയാം, ഈ ഗ്രൂപ്പ് എവിടെ ഉണ്ടോ അവിടെ പിശാചുണ്ട്.
പാനലും ഗ്രൂപ്പും എവിടെ ഉണ്ടോ അവിടെ അത് പിശാചനാൽ വരുന്നതാ. സ്തോത്രം. വീട്ടിലും അങ്ങനെ ഗ്രൂപ്പിസം ഉണ്ടേ പിശാച് പ്രവർത്തിക്കും. സഭയിലും അങ്ങനെ ഗ്രൂപ്പിസം ഉണ്ടെങ്കിൽ പിശാചിന് ഇടവാ. അപ്പൊ ഫെലിസ്തീൻ ഇപ്പുറത്തും ഇസ്രായേലിന് അപ്പുറത്തും. അന്നേരം കണ്ട ഒരുത്തൻ രംഗത്ത് വന്നു. തനി പിശാചായി ഇവൻ ഓടിച്ച. അപ്പൊ ശൗലിന്റെ കൂടെയുള്ളവരാരാ? വീരന്മാരും ശൂരന്മാരും. അപ്പൊ ശൗലിന്റെ കൂടെയുള്ളവരാരാ? വീരന്മാരും ശൂരന്മാരും. അത് ഗോലിയാത്തിനറിയാം. അതുകൊണ്ടാ ഗോലിയാത്ത് അറിയാം. അതുകൊണ്ടാ ഗോലിയാത്ത് ഞാൻ ഫെലിസ്തീൻ മടി ആ കാലതാ തൊട്ട് അപ്പൊ ഇവൻ തനി പിശാച. അവൻ പറയാ ഞാൻ ഫെലിസ്തീനും നിങ്ങൾ ശൗലിന്റെ ചേവകരുമാണ്. അവിടെ ഒരു കാര്യം ചെയ്യണം. ചേവകരും. അടുത്ത വാക്യം. നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുക്കണം. ഒരുത്തനെ നിങ്ങൾ തെരഞ്ഞെടുക്കണം. നമ്മൾ തെരഞ്ഞെടുക്കുന്നത് മുഖം നോക്കി, പൊക്കം നോക്കി, കുടുംബം നോക്കി, കളർ നോക്കി, പണം നോക്കി. ഇതൊക്കെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്. ദൈവം അങ്ങനല്ല. അതുകൊണ്ട് പറയാം നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഒരുത്തനെ തെരഞ്ഞെടുത്ത് അവൻ എന്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ. അവനെ എന്റെ അടുക്കലോട്ട് ഇറക്കി വിടണം. അവൻ എന്നോട് അംഗം പൊരുതി എന്നെ കൊല്ലുവാൻ പ്രാപ്തനായാൽ ഞാൻ നിങ്ങൾക്ക് അടിമകളാകാം. ഞാൻ അവനെ ജയിച്ചു കൊന്നാൽ നിങ്ങളല്ല ഞങ്ങൾക്ക് അടിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുക്കണം. അതെങ്ങനെയും എടുത്തോ. നിങ്ങൾ വരുമ്പം പോലെ എടുക്കേ. മുഖം നോക്കിയോ, പണം നോക്കിയോ, കാശ് നോക്കിയോ, കുടുംബം നോക്കിയോ, ബന്ധം നോക്കിയോ, അങ്ങനെയൊക്കെയല്ലേ ഇപ്പൊ ഓരോ സ്ഥലത്തും ഓരോരുത്തരെ തെരഞ്ഞെടുക്കുന്ന. അല്ലാതെ ദൈവകൃപ നോക്കിയല്ലോ ആണോ? നമ്മൾ പറയാ നല്ല ദൈവകൃപയുള്ള ആളാ, അതവിടെ ഇരിക്കട്ടെ, നമുക്ക് മറ്റേ പുള്ളി അതാരാ? അത് നമ്മുടെ ആളാ. പുള്ളിയെക്കാളും ദൈവകൃപ മറ്റേ പുള്ളി. ഇവൻ കൃപ പ്രാപിച്ചോളും. പിന്നെ നിങ്ങൾ ഒരുത്തരെ തെരഞ്ഞെടുത്ത് അവനെ ഇങ്ങോട്ട് ഇറക്കി വിടണം. ഞാനും അങ്ങോട്ട് വരും. ഞങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യും. ഞാൻ അവനെ തോൽപ്പിച്ചാൽ നിങ്ങളെല്ലാം ഞങ്ങൾക്ക് അടിമ. അതല്ല, അവൻ എന്നെ തോൽപ്പിച്ച ഞങ്ങളെല്ലാം നിങ്ങൾക്കടിമ. ഇതാണ് വെല്ലുവിളി. ഇങ്ങനെ വെല്ലുവിളിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 24-ാമത്തെ വാക്യം വായിച്ചേ. അവനെ കണ്ടപ്പോൾ ഇസ്രായേലരൊക്കെയും ഏറ്റവും ഭയപ്പെട്ട്. അവനെ കണ്ടപ്പോ തന്നെ പേടിച്ചു. അതിനെ പേടിക്കാൻ കാര്യം 6 മുഴമുള്ള ഒരുത്തനാ. നമ്മുടെ മുഴക്കണക്കോ അടിക്കണക്കോ അല്ല, എബ്രായ അടിക്കണക്കാ. ഏതാണ്ട് നാട്ടിലെ അടി വെച്ച് നോക്കിയാൽ 12 അടി മേളിൽ ഉയരമുള്ളവൻ. 12 അടി എന്ന് പറഞ്ഞാൽ ഇത് എത്രയാ? 10 ഉണ്ടോ? 10. അതിലും 2 അടിയും കൂടെ മേളില് എടുപ്പമുള്ള ഒരുത്തനാ. ഒന്ന് ഊഹിച്ച്. ഇതിലും 2 അടി മേളിലും കൂടെ എടുപ്പമുള്ള ഒരുത്തൻ നിൽക്കുക. അവനെ കണ്ടപ്പോഴേ ഇവര് മേടിച്ചു കൊള്ളുക. ഭയങ്കര കടാമുണ്ടെന്ന് ഒരുത്തൻ. 6 മുഴവും പിന്നെ ഒരു ചാണും കൂടെ ഉണ്ട്. 12 അടി ഇല്ലുവാനമുള്ള ഒരുത്തനെ. നമ്മള് അങ്ങനെ ഒരാളെ ഈ അടുത്ത കാലത്തെങ്ങും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ട് ഉദ്ദേശിച്ച ഒരു 7 അടി കാണുമായിരിക്കും. ഭയങ്കര നെടുപ്പമുള്ളൊരു. ഈ 6 മുഴം, 6 എന്നുള്ളത് വേദപുസ്തക സംഖ്യാശാസ്ത്ര പ്രകാരം സാധാന്യ കണക്കാണ്. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, വാക്യങ്ങൾ ഒത്തിരി എടുപ്പിക്കേണ്ടത് പോകുന്നില്ല. അപ്പൊ ഭയങ്കര നെടുപ്പമുള്ളൊരു തരം. ഇവനെ കണ്ടപ്പോ തന്നെ ഇവര് പേടിച്ചു. ഒന്ന് കണ്ടപ്പോ പേടിച്ചു. പിന്നെ ഇവന്റെ വായിന്ന് വന്നത് കേട്ടപ്പോഴും ഇവന്റെ വായിൽ തന്നെ വന്നേ. ഇവന്റെ വായിൽ തന്നെ അന്ന് വന്നത്. അവന്റെ വായിൽ നിന്ന് വന്ന പല കാര്യത്തിൽ ഒരു കാര്യം പറയാം. അവനെ വന്നങ്ങോട്ട് നിന്നേച്ച് അങ്ങ് നാമം ചൊല്ലുക. വെല്ലുവിളി മാത്രമല്ല, ഇവനങ്ങ് നാമം ചൊല്ലും.
രണ്ടാമത്തെ വാക്യത്തിന്റെ 43-ന്റെ രണ്ടാം ഭാഗത്ത് തന്റെ ദേവന്മാരുടെ നാമം ഒന്നുണ്ട്. തന്റെ ഫെലിസ്ത്യൻ ദാവീദിനോട് അല്ലല്ല, തന്റെ ദേവന്മാരുടെ ആ വാക്യം വായിച്ചേ. തന്റെ ദേവന്മാരുടെ നാമം മതി മതി. അപ്പൊ ഈ ഫെലിസ്ത്യന്റെ ഒന്നിവനെ 6 മുഴ കണ്ടു പേടിച്ചു, ഒന്നിവന്റെ പ്രകൃതി നെടുപ്പം കണ്ടു പേടിച്ചു, 2 നെടുപ്പം മാത്രം മതി ഇവൻ നാമം ചൊല്ലുക നിന്ന്. നാമം ചൊല്ലുക. 5 ദൈവങ്ങളുണ്ട് ഫെലിസ്ത്യർക്ക്, 5 ദൈവങ്ങൾ. ആ 5 ദൈവങ്ങളുടെ അതാ ദേവന്മാര്, അങ്ങനല്ലേ? ദേവന്റെ എന്നല്ല, ബഹുവചനമാ. അപ്പൊ 5 ദൈവങ്ങളാ ഫെലിസ്ത്യർക്ക്. 5 പട്ടണം, 5 ക്ഷേത്രം, 5 മല്ലൻ, 5 പ്രഭു, 5 ദൈവം. ഒരു വാക്യം വായിച്ചേ. ശൗമേലിന്റെ 1-ാം പുസ്തകം 6:17 ആണെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചേ. 6:17 തോന്നുന്നു. ഫെലിസ്ത്യർ യഹോവയ്ക്ക് പ്രായശ്ചിത്തമായി കൊടുത്തയച്ച പൊന്നുകൊണ്ടുള്ള മൂലക്കുരുക്കൾ അസ്തോദിന്റെ പേർക്കൊന്ന്, പിന്നെ ഗസ്സയുടെ പേർക്കൊന്ന്, അസ്കലോന്റെ പേർക്കൊന്ന്, ഗത്തിന്റെ പേർക്കൊന്ന്, എക്രോൻ മതി. അപ്പൊ ഈ 5 ദൈവങ്ങളായത്, ഈ പേര് പറഞ്ഞതെല്ലാം 5 ദൈവങ്ങളാ. അസ്കലോന്യ ദൈവം, ഗത്തിലെ ദൈവം, എക്രോന്യ ദൈവം, ഇതെല്ലാം ദൈവങ്ങളാ. അപ്പൊ ഇവന് ഈ ദൈവങ്ങളുടെ നാമം ചൊല്ലും. നന്നായിട്ട് ഇവൻ നാമം ചൊല്ലും കേട്ടോ, നാമം ചൊല്ലും. ഇവൻ നാമം ചൊല്ലുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലൊന്നുമല്ല. നമ്മള് മിക്കയിടത്തും നാട്ടിലൊക്കെ, ഇവിടുത്തെ അറിയത്തില്ല, നാട്ടിലൊക്കെ ആ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വർത്താനം പറഞ്ഞു മൊബൈലിൽ കളിച്ചു, അവിടെ പോയി ഇവിടെ പോയി എല്ലാം കഴിഞ്ഞ് അങ്ങേയറ്റം പറ്റുമ്പോൾ അയ്യോ നമ്മൾ പ്രാർത്ഥിച്ചില്ല. സമയം എന്തോ, സമയം 9:50. അയ്യോ എന്നാ വാ പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചേച്ച് വല്ലോ. അതിന് പ്രാർത്ഥിക്കുന്നതാ, അല്ലാതെ ദൈവസേനയിൽ പ്രാർത്ഥിക്കണമെന്ന് ഓർത്തല്ല. പ്രാർത്ഥിച്ചേച്ച് വല്ലോ. ഉടനെ എല്ലാം വന്ന് ചിലത് കസേര, ചിലത് താഴെ, ചിലത് പറയാ ഒരു പാട്ട് പാടും. ഏത് പാട്ട്? ഏതേലും ഒരു പാട്ട് പാടും. അങ്ങനെയാണോ? ഏതേലും ഒരു പാട്ട് പാടിയാൽ മതി. പിന്നെ ആരേലും ഒരു പാട്ട്. ഞാൻ ഇന്നും പറഞ്ഞു, ഞങ്ങൾ സ്നാനത്തിന് പോവാ, പോരുന്ന അവന് വെളിവെന്ന് പറയുന്നതില്ല. സ്നാനത്തിന് അങ്ങോട്ട് ഇറങ്ങി ഒരു കൊച്ചിറങ്ങി ഉണ്ടായി പാടാൻ വേറെ ആളുണ്ട്, ഇവൻ കയറി പാടുക. ഈ അറിയാത്തവരും അക്ഷരത്തിട്ടമില്ലാത്തവരും വെളിവില്ലാത്തവര് പാടരുത്. അവര് മാറി അവിടെ നിൽക്കണം. അറിയാവുന്നവരെ കൊണ്ട് ഉടനെ ഇവൻ പാടുക. ആരിതാ വാരുന്നെന്ന്. എന്തോരം ബുദ്ധിമുട്ടാന്ന് പറയാം. ആരിതാ വാരുന്ന യേശു രക്ഷകൻ. അപ്പൊ നമ്മള് പ്രാർത്ഥിക്കുന്നത് കണ്ണിലിരുട്ട് കയറി, വിശപ്പും കയറി, ഉറങ്ങാറായി, അതാ വല്ലതും കഴിക്കണേ, എങ്ങനെയാ ചുമ്മാ വാരി കഴിക്കുന്നേ, എന്നാ ഒരു ചടങ്ങ്, അതാ ചെറിയൊരു പാട്ട്, ചെറിയൊരു സങ്കീർത്തനം, ആരേലും ഒരാള് ചുരുങ്ങി പ്രാർത്ഥിക്കുക, തീർന്നില്ലേ? ഇതൊക്കെയാ നമ്മുടെ പ്രാർത്ഥന. ഇവിടെ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന സഹോദരിമാരൊക്കെ ബന്ധപ്പെടുന്നത് കൊണ്ട് ഞാൻ ഒന്നും പറയത്തില്ല, നാട്ടിലെ രീതി വെച്ച് പറയുക. മിക്ക വീടുകളിലും വെളുപ്പിനെ പാട്ട് പാടി പ്രാർത്ഥനയില്ല. മിക്ക വീടുകളിലും, എങ്ങുമില്ലെന്നല്ല, ഉള്ളടമുണ്ട്. മിക്ക വീടുകളിലും ഇല്ല. എന്തിനെ പെയ്ത്തോമുകളില്ലല്ലോ. മിക്ക ഭാഷന്മാരുടെ വീട്ടിൽ പോലും കൊച്ചുങ്ങൾ പോലും വന്നിരിക്കുകയല്ല. പിന്നെ അവർ രണ്ടുപേരും കൂടെ ഇല്ലേ കബഡി കളിക്കുന്ന പോലെ ഷൂ ഒന്നും വെച്ച് കബഡി എന്നും പറഞ്ഞ് പണ്ട് ചെല്ലുകയല്ലേ. ഞാൻ തമാശ ഒന്നും പറഞ്ഞതല്ല. മിക്ക വീടുകളിലും ഇല്ല പ്രഭാത പ്രാർത്ഥന. രാവിലെ പാട്ടുമൊക്കെ പാടി ആത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എത്ര വീടുകളുണ്ട്. പണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളും. സ്തോത്രം. ഞാനൊരിക്കലെ ഒരു സ്ഥലത്ത് പോയി വിശ്രമിച്ച് വൈകിട്ട് ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വിശ്രമിച്ച് വെളുപ്പിനെ ബസ്സിന് പോണം. ഞാൻ വെളുപ്പിനെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി റോഡിൽ നടക്കുമ്പോൾ 2 സൈഡിലും പെന്തിക്കോസുകാരാ. എല്ലാ വീട്ടിലും പാട്ടും പ്രാർത്ഥനയും. അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ വണ്ടി കിട്ടിയില്ല. കാരണം ഒരു വീടിന്റെ മാർക്ക് വന്നപ്പോൾ ഞാൻ കേൾക്കാത്തൊരു പാട്ട് പാടുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ആ പാട്ട് കേട്ട് പഠിച്ചു.
വണ്ടി പോയാൽ പോട്ടെന്ന് പറഞ്ഞ് ഒരു പാട്ട് പുതിയത് കിട്ടുന്നതല്ലേ. നടന്നു വന്നപ്പോ ഞാൻ മറ്റേ വീടുകളിലൊക്കെ പാടിയ പാട്ടൊക്കെ എനിക്ക് അറിയാം. ഈ വീടിന്റെ പാടൊക്കെ വന്നപ്പോ ആഴ്ച കേൾക്കാത്തൊരു പാട്ട്, അതോ നല്ല കേൾക്കാൻ എന്തോ ചെയ്യുമ്പോ ഞാൻ അവിടെ നിന്ന് അത് മുഴുവൻ അവര് പാടുന്നത് കേട്ടു. ഞാൻ നോട്ട് ചെയ്ത് വെച്ച് പിന്നെ വീട്ടിൽ പാട്ട് പുസ്തകത്തിൽ തപ്പിയെടുത്തു. അപ്പൊ പണ്ടൊക്കെ അങ്ങനെ മിക്ക വീടുകളിലും ഉണ്ട്. ഇപ്പൊ അങ്ങനെ എല്ലാ വീടുകളിലും ഒന്നും രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയില്ല. ഗോലിയാത്ത് നാമം ചൊല്ലി ദേവന്മാരുടെ, അവൻ എങ്ങനെയാ നാമം ചൊല്ലുന്നറിയാം? 16-ാം വാക്യം വായിച്ചേ. 16. ആ ഫിലിസ്തീൻ 40 ദിവസം നാമം ചൊല്ലിയോ എന്നുള്ളതാ. അടുത്തത് മുടങ്ങാതെ, അത് മുടങ്ങേറെ ചൊല്ലിയോ എന്നുള്ളതാണ്. രാവിലെ ചൊല്ലി വൈകുന്നേരവും. എങ്ങനെയുണ്ട്? എന്ത് മാതൃകയോടെ ശാശാന്തലി എന്ത് ഓർഡറില്ല കാര്യം കൊണ്ടുപോകുന്നു. നമ്മൾ ദൈവത്തെ വിളിക്കുന്നവർ ഓരോ ഓർഡറും ഇല്ല. ദൈവം നമ്മുടെ കയ്യിലിരിക്കുക എന്നാ പറയുന്നത്. പക്ഷെ യാതൊരു ഒരു ഓർഡറും ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഇവിടെ ഗോലിയാത്ത് ശാശ, പക്ഷെ അവന്റെ ആ ഓർഡർ കണ്ടോ? രാവിലെ നാമം ചൊല്ലും, വൈകിട്ട് നാമം ചൊല്ലും, 40 ദിവസവും ചൊല്ലി, അത് മുടങ്ങാതെയും ചൊല്ലി. മാത്രമല്ല എല്ലാരും കേക്ക ചൊല്ലി. 11-ാം വാക്യം വായിച്ചേ, ഞാൻ തെളിയിക്കാം. ഫിലിസ്തീന്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലിലും കേട്ടു. എല്ലാ ഇസ്രായേലിനും കേക്കെ. അവ എന്ത് സിസ്റ്റമാറ്റിക്കലായിട്ടാ കണ്ടോ? ദൈവത്തെ വിളിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന നമുക്ക് ഇങ്ങനെ ഓർഡർ വല്ലതും ഉണ്ടോ? ചില സഭകളിൽ ചില ഓരോ ഓർഡറും ഇല്ല. പ്രാർത്ഥിച്ച് തുടങ്ങാൻ അറിയാൻ മേല, നിർത്താൻ അറിയാൻ മേല, സ്തുതിഗീത പറയാന്നറിയാൻ മേല, ശുശ്രൂഷകൾ ഒന്നും അറിയാൻ മേല. ചുമ്മാ ഇല്ലേ ചക്കാല ഇട്ട് അങ്ങ് കുഴക്ക് നിന്നങ്ങ് അലറുന്നതല്ലാതെ ഇതെന്നതാന്ന് പോലും. പണ്ടിരിക്കരെ കർത്തമേശ ശുശ്രൂഷയിൽ എടുത്താൽ ചോദിക്കുക, സാധനം തീർന്നോന്ന് ചോദിക്കുക. സാധനം ഇങ്ങനെ വെളിവില്ലാത്ത കുറെ എണ്ണം. പണ്ടൊരുത്തനെ കർത്തമേശ നടത്തി. കർത്തമേശ അപ്പം തീർന്ന ഉടനെ അപ്പം തീർന്നില്ല, അതിന് കപ്പ പുഴുങ്ങിയതാവുണ്ടത്. പേരും സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. തിന്നവനാ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ കപ്പ പുഴുങ്ങിയതായിരുന്നു, ഞങ്ങൾ എന്നാ ചെയ്യാൻ? യാതൊരു വെളിവ്. കപ്പ എടുത്ത് വാഴ്ത്തിയെന്നാണോ? ആണോ? ഓർഡറൊന്നുമില്ല. ആത്മീക അച്ചടക്കം, ആത്മീക ഓർഡർ വളരെ അത്യാവശ്യമാണ് വേദപുസ്തകം. പുതിയ നിയമ ഉപദേശം പറയുമ്പോ ഡീസന്റ്ലി ആൻഡ് ഓർഡർലി എങ്ങനെയാ കൊടുത്തേക്കുന്നത്? എല്ലാം നല്ല ഗോലിയാത്ത് എന്ത് കൃത്യമായിട്ടാ. രാവിലെ നാമം ചൊല്ലുന്നു, വൈകിട്ടും നാമം ചൊല്ലുന്നു, 40 ദിവസവും ചൊല്ലുന്നു, അത് മുടങ്ങാതെ ചൊല്ലുന്നു, എല്ലാരും കേക്ക ചൊല്ലുന്നു. അഖിലാണ്ടങ്ങളുടെ ഉടയവനാകിയ ദൈവത്തെ ഭജിക്കുന്ന, ആരാധിക്കുന്ന നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? മുടങ്ങാതെ ചൊല്ലുന്നുണ്ടോ? രാവിലെ ചൊല്ലുന്നുണ്ടോ? വൈകിട്ട് ചൊല്ലുന്നുണ്ടോ? എല്ലാരും കേക്ക ചൊല്ലുന്നുണ്ടോ? നമ്മളൊരു സ്തോത്രം പറഞ്ഞ അടുത്തിരിക്കുന്ന പുള്ളി പോലും കേൾക്കുകയില്ല. പൊതുവെ ഞാനൊന്നും പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇവനിങ്ങനെ വെല്ലുവിളിച്ച് വാദം മുടക്കി നിൽക്കുക. അപ്പൊ 24-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവനെ കണ്ടപ്പോൾ ഇസ്രായേലൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുമ്പിൽ നിന്ന് ഓടി. സ്തോത്രം. ഞാൻ ദീർഘമാക്കുന്നില്ല, നിർത്തുക. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത്, എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടും. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്നതാ? അവൻ എതിർത്ത് വന്നപ്പോ ഇവരെല്ലാം പുറകോട്ട് ഓടി. പ്രിയരെ, പിശാചിനെ കണ്ട് നീ ഓടുകല്ല, നിന്നെ കണ്ട് അവൻ ഓടണം. സ്തോത്രം. ഇവര് പിശാചിന്റെ മുമ്പിൽ നിന്ന് ഓടാൻ കാരണം ഒറ്റ വാക്യം പറഞ്ഞങ്ങ് നിർത്തിയേക്കാൻ വിവരിക്കുന്നില്ല. പേടിച്ചിട്ട് ഓടിയതല്ല, പേടിച്ചെന്ന് എഴുതിയെങ്കിലും ആ ഉദ്ദേശിച്ച പേടിയല്ല. ഇവര് ഓടാൻ കാരണം ഒറ്റ
ഒരുത്തന്റെ കയ്യിൽ ആയുധമില്ല, അതാ ഓടിയത്. BTH, BD, MDY, MDH, റിസർച്ച്, ഡോക്ടർ, റവറന്റ് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഒരുത്തന്റെ ആയുധമില്ല. ഒത്തിരി വാക്യങ്ങൾ വായിപ്പിക്കേണ്ടതായെങ്കിലും നേരമില്ല. ഒരു വാക്യം വായിക്കാം. ശാമുവേലിന്റെ 1-ാം പുസ്തകം 13-ാം അധ്യായത്തിന്റെ 21 തോന്നുന്നു, വായിച്ചേ. എന്നാൽ മൺവെട്ടി, കലപ്പ, മുപ്പല്ലി, മഴു എന്നിവയ്ക്കായും മുടിങ്കോൽ കൂർപ്പിപ്പാനും അവർക്ക് അരമുണ്ടായിരുന്നു. അവർക്ക് ബലിസർക്കാരുണ്ട്. അടുത്ത വാക്യം. ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒരുത്തനും വാളും കുന്തവും ഉണ്ടായിരുന്നില്ല. അതാ പുറകോട്ട് ഓടിയത്. എല്ലാം പുറകോട്ട് ഓടാൻ കാര്യം അതാ. ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒരുത്തന് വാളുമില്ല, കുന്തവും ഇല്ല. നമ്മൾ പറയല്ലോ ഒരു കുന്തവും ഇല്ലായിരുന്നു. അത് കറക്റ്റാ. ചുമ്മാ ഇങ്ങനെ കാറിന്റെ വൈപ്പർ ചീസസ് വെച്ച് നിൽക്കുക. ചീസ് കണ്ടിട്ടില്ലേ? ഒറ്റയൊരുത്തന്റെ ആയുധമില്ല. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അതുകൊണ്ട് സകലം സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് നിങ്ങൾ ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം. അതാണ് നമ്മുടെ ആയുധം. ആ ആയുധത്തിൽ ആദ്യത്തെ സത്യം. ജീവൻ പോയാൽ സത്യം പറയുകയല്ല. അതിലെ വ്യായി വരുമ്പോ ഓടുന്നേ. ചുണ്ട് കൂർപ്പിച്ച കള്ളമല്ലാതെ സത്യം പറഞ്ഞെങ്കിലേ നേരെ നിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? സത്യം പറയണം. ചില സത്യം പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമെങ്കിൽ കള്ളം പറയരുത്. എന്നാ അവിടെ സത്യം പറയുകയും വേണ്ട, പക്ഷെ കള്ളം പറയരുത്. മനസ്സിലായി കാണും. ചില സത്യം നമ്മൾ പറയുമ്പോൾ അവിടെ വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സത്യം അവിടെ പറയണ്ട, പക്ഷെ അവിടെ കള്ളവും പറയരുത്. ഒരു ചെറിയ ഉദാഹരണം വേണേ പറയാം. അതെങ്ങനെ പറ്റുമെന്ന് അത് ഞാൻ പറഞ്ഞു തരാം. ഒരു പോംവഴി വേണമല്ലോ എല്ലാത്തിനും. പോംവഴി ഇപ്പം നാട്ടിലെ രീതി വെച്ച് പറയാം. എനിക്ക് ഇവിടുത്തെ ഒന്നും പറയാൻ, സ്ഥലം പറയാൻ അറിയാൻ മേല. അതുകൊണ്ടാണ്. അല്ലേ നോക്കട്ടെ പോകുന്നു. ഇപ്പൊ ഞാന് സാൽമിയായി ഇങ്ങോട്ട് അബ്ബാസിക്ക് വരിക. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുക, പക്ഷേ എവിടെയായി? ഞാൻ പറഞ്ഞു ഞാൻ സാൽമിയായി തിരിച്ചു. ഇത്രയും പറഞ്ഞാൽ മതി. നിങ്ങൾ ചോദിച്ചത് എവിടെ ആയെന്നാ. അപ്പൊ ഞാൻ ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയുടെ വീട്ടിൽ കയറിയെന്നോ അല്ലെ അദ്ദേഹവുമായിട്ടൊന്ന് സംസാരിച്ചാൽ ഞാൻ പറയാം ഞാൻ ഇന്നയാളുമായിട്ട് ഇവിടെ നിന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പ്രശ്നത്തിന് വഴിയാ. അപ്പൊ അത് പ്രശ്നം വേണ്ട, സാൽമിയായി തിരിച്ചെന്ന് പറഞ്ഞാൽ മതി. എന്നാലും എവിടെ ചിലക്ക് എന്നാലും അങ്ങനെ എന്നാലും എവിടെ ആയി. അപ്പൊ അത് കേൾക്കുമ്പോ എനിക്കറിയാം. ഞാൻ പറയാ നമുക്ക് അപ്പോഴാണ് യോഗം തുടങ്ങുന്നത്. അത് 6:30. 6:30 ഞാൻ അവിടെ വരും. ഇത്ര പറഞ്ഞാൽ മതി. ഞാനൊരു പോംവഴിയാ പറഞ്ഞു തന്നത്. ചില സത്യം പറയുമ്പോ അവിടെ പ്രശ്നമാ വരുന്നെങ്കിൽ നമ്മൾ മുഖാന്തരം പ്രശ്നം അവിടെ ഉണ്ടാകണം. എന്നാലും കള്ളം പറയരുത്. അങ്ങനെ സത്യം നമ്മുടെ അരക്ക് കെട്ടണം. ഇവര് പുറകോട്ടോ പേടിച്ചോടാൻ കാര്യം ഒരുത്തന്റെ കയ്യിൽ ആയുധമില്ല. ദൈവത്തിന് മഹത്വം. എന്റെ വാക്ക് നിർത്തുക. ദൈവത്തിന് മഹത്വം. യാക്കോബ് അപ്പോസ്തലൻ പറയാ, എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട്, അവനെ കണ്ട് നീ ഓടാനല്ല, നിന്നെ കണ്ട് അവൻ ഓടണം. അവൻ നിന്നെ കണ്ട് ഓടണമെങ്കിൽ ഞാനും നിങ്ങളും സർവായുധവർഗം ധരിക്കണം. സത്യം അരക്കി കെട്ടി നീ തിങ്ങുന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം കാലിന്റെ ചെരുപ്പാക്കി രക്ഷകയുടെ ശിരസ്ത്രം പെറി ആത്മാവിന്റെ വാളെടുത്ത് തീർന്നില്ല സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധകം അവൻ പ്രാർത്ഥനയാൽ പോരാടണം. എനിക്ക് നിങ്ങൾക്കുമെതിരെ ഒരു എതിരാളിയുണ്ട്, പോരാളിയുണ്ട്. ഒരുവൻ എതിർക്കുന്നുണ്ട്. അവനോട് പൊരുതണമെങ്കിൽ, പോരാടണമെങ്കിൽ ആത്മശക്തി ഏറ്റെടുത്ത് അവൻ സർവായുധവർഗം ധരിച്ച് അവനോട് പോരാടണം. അവനെ കണ്ട് നീ ഓടാനല്ല, നിന്നെ കണ്ട് അവൻ ഓടണം. ഇന്ന് രാത്രിയിൽ നമുക്കൊന്ന് സമർപ്പിക്കാം.
നമ്മുടെ ആയുധം സർവായുധവർഗം ഏറ്റെടുക്കുവാൻ, വിശ്വസ്തരും വിശുദ്ധരുമായി പോർക്കളത്തിൽ യുദ്ധം ചെയ്യുവാൻ, ആമേൻ, മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ആത്മിക വിഷയങ്ങളിൽ ആമേൻ ഇന്ന് രാത്രി നമുക്കൊന്ന് സമർപ്പിക്കാം. പ്രാർത്ഥന മുടങ്ങരുത്, ആരാധന മുടങ്ങരുത്, കൂട്ടായ്മ മുടങ്ങരുത്, കഴിവിന്റെ പരമാവധി ഒന്നും മുടക്കരുത്. രാവിലെ വൈകിട്ടും ആമേൻ സ്തോത്രം, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, എല്ലാവരും കേൾക്ക ദൈവത്തെ സ്തുതിക്കുവാൻ, അത് മുടങ്ങാതെ ചെയ്യുവാൻ, അത് ശക്തിയോടെ ചെയ്യുവാൻ ഇന്ന് രാത്രി നമുക്ക് സമർപ്പിക്കാം. എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധി സമർപ്പിച്ചാട്ടെ. വിശ്വസ്തരും വിശുദ്ധരുമായി കർത്താവിനെ സേവിക്കുവാൻ, സർവായുധവർഗം ധരിച്ച് പോർക്കളത്തിൽ അടരാടുവാൻ ദൈവം നിങ്ങൾക്കെല്ലാം കൃപ നൽകട്ടെ എന്ന് ഓർപ്പിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു. എന്നെ ക്ഷണിച്ച കർത്തദാസനും മുഖാന്തരം പ്രിയ സോളി സിസ്റ്ററും സീനിയർ സിസ്റ്ററും മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിക്കാൻ കർത്താവിന്റെ വരവിനായിട്ടൊരുങ്ങാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. எளிமை நிற்போமா? ஒரு வார்த்தை ஜெபிப்போம்.